വൺ പേജ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നുള്ള ബുക്കിൽ നിന്നെടുത്ത ഒരു പേജാണിത്. ഈ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ചീറ്റ് ഷീറ്റ് ഇതിനെ ബേസ് ചെയ്താണ് ആ ഒരു ബുക്ക് മൊത്തം എഴുതിയിട്ടുള്ളത്. അതായത് ബുക്കിൻ്റെ പേര് തന്നെ വൺ പേജ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നാണ്. അപ്പോൾ ആ ഒരു പേജാണ് ഇത് എന്ന് പറയാം. ഈ ഒരു പേജ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബിസിനസ്സിന് വേണ്ടിയുള്ള മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും സമ്മറി ആയിട്ട് നമുക്കിവിടെ തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റേജായിട്ട് നമ്മൾ കസ്റ്റമറിനെ അക്വയർ ചെയ്യുന്നത്, അതായത് കസ്റ്റമർ ആയി കഴിഞ്ഞ് ലീഡ് കസ്റ്റമറായി മാറുന്നത് വരെയുള്ള 3 സ്റ്റേജ് നമുക്ക് ഇടത് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ബിഫോർ ആണ്, അതായത് പ്രോസ്പെക്റ്റ് ആണ്. അതിനുശേഷം രണ്ടാമത്തേത് ഡ്യൂറിങ് നമ്മൾ സെയിൽസ് പ്രോസസ്സ് നടക്കുന്ന സമയത്തുള്ളതാണ്. അവസാനത്തേത് ആഫ്റ്റർ, അതായത് കസ്റ്റമർ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് മൈ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതാനുള്ളതാണ് ഈ ഒരു കോളം. അത് കഴിഞ്ഞിട്ട് മൈ മെസ്സേജ് ടു ദ ടാർഗറ്റ് മാർക്കറ്റ്, അതിനുശേഷം ദ മീഡിയ ഐ വിൽ യൂസ് ടു റീച്ച് മൈ ടാർഗറ്റ് മാർക്കറ്റ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്ലാനെക്കുറിച്ച്, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള എത്ര വലിയ ക്യാമ്പയിൻ ആണെങ്കിൽ പോലും നമുക്ക് കൃത്യമായൊരു ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ ഓവറോൾ ഒരു ഐഡിയ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഐഡിയ നമുക്ക് ഈ ഒരു പേജ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കും നമ്മുടെ ടീമിലുള്ള ആർക്കും പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടുന്നതാണ്. ഇനി ലീഡിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്തുള്ള 3 കാര്യങ്ങളാണ്. നമ്മൾ ലീഡിനെ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്, അതിനുശേഷം അതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ തന്നെ കൺവേർഷൻ ടാക്ടിക്സ് എന്തൊക്കെയാണ്. ഈ 3 കാര്യങ്ങളാണ് രണ്ടാമത്തെ റോയിൽ വരുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് കസ്റ്റമർ ആയി കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ അവരുടെ ലൈഫ് ടൈം വാല്യൂ എങ്ങനെ കൂട്ടാം, ഏറ്റവും അവസാനമായിട്ട് റെഫറൽസിനെ എങ്ങനെ നമുക്ക് കിട്ടും, അത് ആണ് ഏറ്റവും ലാസ്റ്റിലത്തെ കോളം. വൺ പേജ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് തന്നെയാണ് ഈ ബുക്കിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഐഡിയയെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് മുഴുവൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബുക്ക് മുഴുവൻ വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു പേജ് മാത്രം എടുക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.